തിരുവചനം തിരുവചനം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. കർത്താവായ ഈശോയെ, അങ്ങയുടെ വചനം കൊണ്ട് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. കർത്താവായ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ കൊണ്ട് അഭിഷേകം നൽകണമേ. കർത്താവായ ഈശോയെ, ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. ഞങ്ങൾക്ക് വിടുതൽ നൽകണമേ. എല്ലാ തിന്മകളിൽ നിന്നും, ബാധകളിൽ നിന്നും, ദുഷ്ടാരൂപികളിൽ നിന്നും, പൈശാചിക ശക്തികളിൽ നിന്നെല്ലാം ഞങ്ങളെ രക്ഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. കർത്താവേ സ്തോത്രം. പരിശുദ്ധാത്മാവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിറകുകൾ എന്ന പുസ്തകത്തിൽ വചനപ്രഘോഷകനായ ബ്രദർ ഷാജൻ അറക്കൽ എഴുതിയ പുസ്തകമാണ് ചിറകുകൾ. അതിനകത്തുള്ള ഒരു കുഞ്ഞു കഥയാണ്. ആ കഥയുടെ പേര് കരയാതിരിക്കാൻ എന്നാണ് ആ കഥയുടെ പേര്. ആ കഥ ഇങ്ങനെയാണ്. ഒരു സ്കൂളിൽ ഒരു ഓട്ട മത്സരം നടക്കുകയാണ്. അപ്പോൾ 100 മീറ്റർ ഓട്ട മത്സരമാണ്. കുഞ്ഞുങ്ങളിങ്ങനെ ഓടുന്നതിന് വേണ്ടി ലൈനായിട്ട് നിൽക്കുകയാണ്. അതിലൊരു കുട്ടി കൈകൾ കുപ്പിപ്പിടിച്ച് കണ്ണുകൾ അടച്ചു പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അവൻ്റെ ടീച്ചർ മറ്റു ടീച്ചർമാരോട് പറഞ്ഞു, നോക്കിക്കേ, ആ കുഞ്ഞിനെ കണ്ടോ, അവൻ എന്തൊരു മിടുക്കനാണ്, അവനതാ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നത് കണ്ടില്ലേ. അപ്പോൾ ആ കുഞ്ഞിങ്ങനെ കണ്ണുകൾ ഇറുകി അടച്ച് കൈകൾ കൂപ്പിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഇത് കണ്ട എല്ലാവരും ആഗ്രഹിച്ചു, ആ കുഞ്ഞിന് സമ്മാനം കിട്ടണമേ. അങ്ങനെ ഓട്ടം ആരംഭിച്ചു. കുഞ്ഞുങ്ങൾ ഓടി ഫിനിഷിംഗ് പോയിന്റിലെത്തി. എന്നാൽ ഈ പ്രാർത്ഥിച്ച കുഞ്ഞിന് സമ്മാനം കിട്ടിയില്ല. അവൻ്റെ ടീച്ചർ അവൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് ആ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, മോനെ, നീ പ്രാർത്ഥിച്ചിട്ടും നിനക്ക് കിട്ടിയില്ലല്ലോ, പക്ഷെ നീ വിഷമിക്കണ്ട കേട്ടോ. അപ്പോൾ കുഞ്ഞ് പറഞ്ഞു, ടീച്ചറെ, എനിക്കൊരു വിഷമവുമില്ല. ഞാൻ പ്രാർത്ഥിച്ചത് ജയിക്കാൻ വേണ്ടിയായിരുന്നില്ല. ഞാൻ പ്രാർത്ഥിച്ചത് എങ്ങാനും ഞാൻ തോറ്റുപോയാൽ കരയാതിരിക്കാനുള്ള ശക്തി എനിക്ക് തരണമേ എന്ന് പറഞ്ഞ് ആണ് ഞാൻ പ്രാർത്ഥിച്ചത്. എന്നിട്ട് ടീച്ചറിനോട് പറഞ്ഞു, ടീച്ചറെ നോക്കിക്കേ, ഞാൻ കരഞ്ഞിട്ടില്ലല്ലോ. കരയാതിരിക്കാനുള്ള കൃപ ആ കുഞ്ഞിന് ലഭിച്ചതായിട്ട് ആ കഥ നമ്മെ പഠിപ്പിക്കുകയാണ്. ജെറമ്യായുടെ പുസ്തകത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്. 29-ാം അധ്യായം 3-ാമത്തെ വചനം, നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എന്നെ അന്വേഷിക്കുവിൻ, അപ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ, ചെറിയ കാര്യങ്ങളിൽ പോലും നിങ്ങൾ ദൈവത്തെ അന്വേഷിച്ചോ, ദൈവത്തെ കണ്ടെത്താൻ സാധിക്കുമെന്ന് ആ കുഞ്ഞിൻ്റെ കഥ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തെ കണ്ടുമുട്ടുക വലിയ ഭാഗ്യമാണ്. ഈ ഭാഗ്യം നമുക്ക് ലഭിച്ചാൽ നമുക്ക് ലഭിക്കുന്ന കൃപകൾ എന്തൊക്കെയാണ്? നിന്ദിക്കുന്നവരിൽ നിന്നുള്ള മോചനമാണ്, അപമാനിക്കുന്നവരിൽ നിന്നുള്ള മോചനമാണ്, പീഡിപ്പിക്കപ്പെടുന്നവരിൽ നിന്നുള്ള മോചനമാണ്, നമ്മളെ സൽപ്പേര് കെടുത്തുന്നവരിൽ നിന്നുള്ള മോചനമാണ്, അതായത് പരദൂഷകരിൽ നിന്നുള്ള മോചനമാണ്, നമ്മെ ശപിക്കുന്നവരിൽ നിന്നുള്ള മോചനമാണ്, നമ്മെ വിമർശിക്കുന്നവരിൽ നിന്നുള്ള മോചനമാണ്, നമ്മെ മുറിവേൽപ്പിക്കുന്നവരിൽ നിന്നുള്ള മോചനമാണ്, നമ്മെ ദുരുപയോഗം ചെയ്യുന്നവരിൽ നിന്നുള്ള മോചനമാണ്. ഇതാണ് ദൈവത്തെ അന്വേഷിക്കുന്നവർ, ദൈവത്തെ കണ്ടുമുട്ടുന്നവർ, ദൈവവുമായിട്ടുള്ള വലിയ അനുഭവത്തിലേക്ക് കടന്നു വരുന്നവർക്ക് തങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഭാഗ്യത്തെക്കുറിച്ചാണ് അച്ഛൻ പറഞ്ഞത്. ഇത് ദൈവാനുഭവം ഉള്ളവർക്ക് ലഭിക്കുന്ന അഭിഷേകമാണെന്നാണ് വചനപ്രഘോഷകരും ദൈവശാസ്ത്രവും എല്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവത്തെ അറിഞ്ഞു ജീവിക്കുന്നവർക്കാണ് ഈ ദിവ്യ അനുഭവം ലഭിക്കുന്നത്. ഏത് പ്രതിസന്ധിയുടെ മുൻപിലും അതിനെ തരണം ചെയ്യാനുള്ള, അതിൽ നിന്ന് മോചനം പ്രാപിക്കാനുള്ള കൃപ ലഭിക്കുന്നത് ദൈവത്തെ അറിഞ്ഞു ജീവിക്കുന്നവർക്കാണ്. ആ കുഞ്ഞിൻ്റെ കഥ, ദൈവത്തെ അറിഞ്ഞ് ദൈവമേ കരയാതിരിക്കാൻ എന്നെ സഹായിക്കണമേ. ജീവിതത്തിലെ ചെറിയൊരു മേഖലയിൽ തോറ്റുപോയപ്പോൾ നിരാശപ്പെടാതിരിക്കാൻ, കരയാതിരിക്കാൻ ആ കുഞ്ഞിൻ്റെ പ്രാർത്ഥനയും ആ കുഞ്ഞിൻ്റെ വിശ്വാസവും കുഞ്ഞിനെ ശക്തിപ്പെടുത്തിയിരിക്കുകയാണ്. വളരെ പ്രശസ്തനായ പ്രശസ്ത ശാസ്ത്രജ്ഞനായ
വളരെ പ്രശസ്തനായ ശാസ്ത്രജ്ഞൻ ജീൻ ഹെൻറി ഫെയ്ബറിനോട് ഒരാൾ ചോദിച്ചു, താങ്കൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? അദ്ദേഹം ഉടനെ പറഞ്ഞു, ഉണ്ട്, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്. ഉടനെ അദ്ദേഹം ചോദിച്ചു, അതിൻ്റെ കാരണം എന്താണ്? ഫെയ്ബറിനോട് ചോദിക്കുക, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നതിൻ്റെ വലിയ ഒരു ശാസ്ത്രജ്ഞനല്ലേ, നിങ്ങൾ വലിയൊരു പണ്ഡിതനല്ലേ, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നതിൻ്റെ കാരണം എന്താണ്? അപ്പോൾ അദ്ദേഹം കൊടുത്ത മറുപടിയാണ്, ഞാൻ ദൈവത്തെ അറിഞ്ഞാണ് ജീവിക്കുന്നത്. അതായത് വലിയ ഒരു ശാസ്ത്രജ്ഞനാണ് ഇപ്രകാരം പറയുന്നത്, ഞാൻ ദൈവത്തെ അറിഞ്ഞാണ് ജീവിക്കുന്നത്. അതായത് എൻ്റെ ഓരോ കണ്ടുപിടുത്തങ്ങളിലും, എൻ്റെ ഓരോ പരിശ്രമങ്ങളിലും, എൻ്റെ ജീവിതത്തിലെ നിസ്സാരമായ കാര്യങ്ങളിലും, എൻ്റെ ജീവിതത്തിലെ വലിയ കാര്യങ്ങളിലും ഞാൻ ദൈവത്തെ അറിഞ്ഞാണ് ഞാൻ ജീവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ അറിഞ്ഞ് എടുക്കാത്ത തീരുമാനങ്ങളൊക്കെ പലപ്പോഴും പരാജയപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. പല മാതാപിതാക്കളും വന്ന് പറയാറുണ്ട്, എൻ്റെ മകന് വേണ്ടി കണ്ടുപിടിച്ച ആ വിവാഹ ബന്ധം ശരിയായില്ല, എൻ്റെ മകൾക്ക് വേണ്ടി കണ്ടുപിടിച്ച ആ വിവാഹ ബന്ധം ശരിയായില്ല, എൻ്റെ മകന് വേണ്ടി തിരഞ്ഞെടുത്ത ആ കോഴ്സ് ശരിയായില്ല, എൻ്റെ മകൾക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ആ കോളേജ് ശരിയായില്ല, ആ സ്ഥലം ശരിയായില്ല, അവിടെ വീട് വെച്ചത് ശരിയായില്ല. അങ്ങനെ പറയുന്ന ഒരുപാട് പേരെ കണ്ടുമുട്ടാൻ സാധിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഫെയ്ബറിൻ്റെ ജീവിതം വിജയപ്രദമായിരുന്നു. അതിന് കാരണം ദൈവത്തെ അറിഞ്ഞാണ് അദ്ദേഹം ജീവിച്ചത്. അതായത് തൻ്റെ ഓരോ തീരുമാനങ്ങളിലും, തൻ്റെ ഓരോ ചുവടുകളിലും, തൻ്റെ ഓരോ മുന്നോട്ടുള്ള വഴികളിലും ദൈവത്തെ അന്വേഷിച്ച് ദൈവത്തെ അറിഞ്ഞാണ് ഫെയ്ബർ ജീവിച്ചിരുന്നത്. നമ്മുടെ ഫ്രാൻസിസ് പാപ്പ എഴുതിയ ഒരു പുസ്തകത്തിൻ്റെ പേരാണ് മൈ ഡോർ ഈസ് ഓൾവേസ് ഓപ്പൺ. മൈ ഡോർ ഈസ് ഓൾവേസ് ഓപ്പൺ. അതിൽ അദ്ദേഹം എഴുതിയിരിക്കുകയാണ്, ദൈവം നമ്മെ രക്ഷിക്കുന്നത് ഒരു പ്രഖ്യാപനം കൊണ്ടല്ല, ദാ നീ രക്ഷപ്പെടട്ടെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രഖ്യാപനം കൊണ്ടല്ല ദൈവം നമ്മെ രക്ഷിക്കുന്നത്. ദൈവം നമ്മെ രക്ഷിക്കുന്നത് ഒരു സ്പർശനം കൊണ്ടാണ്, നമ്മളെ താലോടിക്കൊണ്ടാണ്, നമ്മളെ തൊട്ടുകൊണ്ടാണ് ദൈവം നമ്മെ രക്ഷിക്കുന്നത്. ദൈവത്തിന് നമ്മളെ തൊടാനുള്ള കൈകളുണ്ടാകാൻ വേണ്ടിയാണ് ദൈവം മനുഷ്യനായിട്ട് ജന്മമെടുത്തത്. പറഞ്ഞ ഹല്ലേലൂയ, പറഞ്ഞ ഹല്ലേലൂയ. ഇത്രമാത്രം വലിയ അഭിഷേകം നിറഞ്ഞ വാക്കുകളാണ് ഫ്രാൻസിസ് പാപ്പ നമ്മെ പഠിപ്പിക്കുന്നത്. അതായത് ദൈവത്തിന് കൈകളുണ്ടാകാൻ വേണ്ടിയാണ് ദൈവം മനുഷ്യനായിട്ട് അവതരിച്ചത്. ദൈവം നമ്മളെ രക്ഷിക്കുന്നത് പ്രഖ്യാപനം കൊണ്ടല്ല, നേരെ മറിച്ച് സ്പർശനം കൊണ്ടാണ്. ഇങ്ങനെ ഈ സ്പർശനത്തെ അടുത്തറിയാനായിട്ട് ഒരു ക്രിസ്ത്യാനിക്ക് സാധിക്കണം. ഇങ്ങനെ സ്പർശനത്തെ അടുത്തറിഞ്ഞാൽ, ദൈവാഭിഷേകത്തെ അടുത്തറിഞ്ഞാൽ ഒരു ദുഷ്ടാരൂപി നമ്മെ തൊടുകയില്ല, ഒരു വിഷവും നമ്മെ സ്പർശിക്കുകയില്ല. അത്തരത്തിലുള്ള ഒരു സംഭവം 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 38 മുതൽ 41 വരെയുള്ള വചനങ്ങൾ പറയുന്നുണ്ട്. അതായത് ഞാനിപ്പോൾ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് എലീശ പ്രവാചകനെ കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടന്ന 3 സംഭവങ്ങളാണ്. അതായത് ദൈവത്തെ അറിഞ്ഞ് ദൈവത്തെ തൊട്ട് ദൈവാനുഭവത്തിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിച്ച 3 കാര്യങ്ങളാണ് ഈ 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. അതിൽ ഒന്നാമത്തെ വിഷയം ഇതാണ്, വിഷം തീണ്ടലിൽ നിന്ന് ദൈവം നമ്മെ രക്ഷിക്കും. ഇന്ന് പല കുടുംബങ്ങളും വളരെയധികം അസ്വസ്ഥരാണ്. അവർ പലരും വന്ന് പറയാറുണ്ട്, അച്ഛാ കൈവശദോഷമാണ്, കൂടോത്ര ദോഷമാണ്, മന്ത്രവാദ ദോഷമാണ്, സർപ്പദോഷങ്ങളാണ്. ഇത്തരത്തിൽ ഇങ്ങനെയുള്ള ചിന്തകളിൽപ്പെട്ട്, ഇങ്ങനെയുള്ള പീഡകളിൽപ്പെട്ട് വിഷമിക്കുന്നവർക്കുള്ള നല്ലൊരു ഉത്തരമാണ് 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 38 മുതൽ 41 വരെയുള്ള വചനങ്ങൾ. ഇവിടെ സംഭവിക്കുന്ന, ആ നാട്ടിൽ വലിയൊരു ക്ഷാമം ഉണ്ടാകുകയാണ്. എലീശ പ്രവാചകൻ്റെ കാലഘട്ടത്തിലാണ് ആ നാട്ടിൽ വലിയൊരു ക്ഷാമം ഉണ്ടാകുകയാണ്. അതായത് വചനം പറയുന്നത് കന്നുകാലികൾക്ക് ഭക്ഷിക്കാൻ പുല്ലുപോലും ഇല്ലാത്ത അവസ്ഥ. ഈ സമയത്ത് എലീശ പ്രവാചകൻ്റെ കൂടെ അനവധിയായ പ്രവാചകന്മാരുണ്ട്, അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരുണ്ട്, അദ്ദേഹത്തെ അനുഗമിക്കുന്നവരുണ്ട്. ഇവരെല്ലാം പട്ടിണിയാണെന്ന് കണ്ടപ്പോൾ എലീശ പ്രവാചകൻ
പാചകക്കാരനോട് പറഞ്ഞു, എത്രയും വേഗം നീ വയലിലേക്ക് ചെന്ന് അവിടെ ഉള്ള അവശേഷിക്കുന്നതൊക്കെ പറിച്ചെടുത്ത് അതുകൊണ്ട് നല്ലൊരു അവിയലുണ്ടാക്കി ഇവർക്കെല്ലാവർക്കും കൊടുക്കുക. അങ്ങനെ ഈ പരിചാരകൻ, ഈ ദാസൻ നേരെ വയലിലേക്ക് ചെല്ലുകയും അവിടെ അവശേഷിക്കുന്ന ധാന്യങ്ങളും പഴങ്ങളും പച്ചക്കറികളും എല്ലാം അദ്ദേഹം പെറുക്കിയെടുക്കുകയാണ്. അങ്ങനെ പെറുക്കിയെടുക്കുന്ന സമയത്താണ് ഇദ്ദേഹം അറിയാതെ ചില മുന്തിരി, ഒരു ചെടിയിൽ നിന്നുള്ള മുന്തിരികൾ പറിച്ചെടുക്കുകയാണ്. ഇത് ശരിക്കും വിഷമുള്ള മുന്തിരികളായിരുന്നു. ഈ പരിചാരകൻ അറിയാതെ അതും കൂടി നുറുക്കി അവിയലിടുകയാണ്. അങ്ങനെ സമയമായി അവിയലെല്ലാം പാകമായി കഴിഞ്ഞപ്പോൾ അവർ മറ്റ് പ്രവാചകന്മാരെ വിളിച്ച് അവിയൽ വിളമ്പാൻ തുടങ്ങി. ഇതിൽ വിഷം തീണ്ടിയ ഭക്ഷണമായിരുന്നു. ആയതിനാൽ അവിയൽ കഴിച്ചവരെല്ലാം മരണപ്പെടാൻ തുടങ്ങി. ഇത് കണ്ടവർ വാവിട്ട് നിലവിളിച്ചു. എലീശ പ്രവാചകനെ വിളിച്ചു പറഞ്ഞു, ദൈവപുരുഷ, പാത്രത്തിൽ മരണം പതിയിരിക്കുകയാണ്. അവർ ഭക്ഷണം കഴിക്കുന്ന പാത്രത്തിൽ മരണം പതിയിരിക്കുകയാണ്. അവർക്ക് ഭക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഉടനെ എലീശ പറഞ്ഞു, കുറച്ച് മാവ് കൊണ്ടുവരാൻ പറഞ്ഞു. അടയാളങ്ങളിലൂടെ സംസാരിക്കുന്നവനാണ് നമ്മുടെ ദൈവം. മാറാ എന്ന സ്ഥലത്ത് വെള്ളം കയ്പ് നിറഞ്ഞതായപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ചെടി പറിച്ച് വെള്ളത്തിലിടാനായിട്ട് കൽപ്പിച്ച അതേ ദൈവം, അബ്രഹാമിൻ്റെ, ഇസഹാക്കിൻ്റെ, യാക്കോബിൻ്റെ ദൈവം, മോശയിലൂടെ പ്രവർത്തിച്ച അതേ ദൈവം ഇപ്പോൾ എലീശ പ്രവാചകനിലൂടെ അടയാളങ്ങളിലൂടെ പ്രവർത്തിക്കുകയാണ്. ആ അടയാളമെന്ന് പറയുന്നത് കുറച്ച് മാവ് കൊണ്ടുവരാൻ പറഞ്ഞു. എന്നിട്ട് ആ മാവ് അവിയൽ പാത്രത്തിലിട്ടു. ഇതൊരു അടയാളമായിരുന്നു. അവിയൽ പാത്രത്തിലിട്ടു. എന്നിട്ട് പറഞ്ഞു, ഇനി വിളമ്പി ഭക്ഷിക്കാം. പിന്നീട് അത് ഭക്ഷിച്ചവർക്കാർക്കും അപകടമുണ്ടായില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ഏറ്റവും വലിയ അടയാളം എന്ന് പറയുന്നത് പരിശുദ്ധ കുർബാനയാണ്. അപ്പത്തിൻ്റെ രൂപത്തിൽ എഴുന്നള്ളി വന്നിരിക്കുന്ന ഈശോയാണ്. ആ ഈശോയെ സ്വീകരിക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള എല്ലാ ദോഷങ്ങളും, നമ്മളിലുള്ള സർപ്പദോഷങ്ങൾ, കൂടോത്രദോഷങ്ങൾ, കണ്ണുവയ്ക്കൽ ദോഷങ്ങൾ, ഇവ എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വരുന്ന തടസ്സങ്ങൾക്ക്, പീഡകൾക്ക്, രോഗങ്ങൾക്ക് കാരണമായി പലപ്പോഴും കണ്ടുപിടിക്കപ്പെടുന്ന ഈ ദോഷങ്ങൾ നിർമാർജനം ചെയ്യപ്പെടാനുള്ള ഏറ്റവും വലിയ ഔഷധം എന്ന് പറയുന്നത് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പമായ കർത്താവായ യേശുക്രിസ്തുവാണ്. ഈ യേശുക്രിസ്തുവിനെ അറിഞ്ഞ് സ്വീകരിക്കുമ്പോൾ, അനുഭവിച്ച് സ്വീകരിക്കുമ്പോൾ നമ്മുടെ മേലുള്ള ശാപത്തിൻ്റെ ദോഷങ്ങൾ, നമ്മുടെ മേലുള്ള മരണത്തിൻ്റെ ദോഷങ്ങൾ, നമ്മുടെ മേലുള്ള അസൂയയുടെ ദോഷങ്ങൾ, കണ്ണുവയ്ക്കലിൻ്റെ ദോഷങ്ങൾ, ദുർമരണത്തിൻ്റെ ദോഷങ്ങൾ, ഇവയെല്ലാം ബഹിഷ്കരിക്കപ്പെടും. അപ്പോൾ അടയാളങ്ങളിലൂടെ ദൈവം സംസാരിക്കുകയാണ്. മാറായിലെ വെള്ളത്തെ, കയ്പ് നിറഞ്ഞ വെള്ളത്തെ മധുരമുള്ളതാക്കി മാറ്റിയ ദൈവം, ലോകത്തെ ബാധിച്ച മരണത്തെ തോൽപ്പിക്കാൻ തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ച് അവൻ്റെ രക്തവും വെള്ളവും കൊണ്ട് ശുദ്ധീകരിച്ച ദൈവം, ആ ദൈവത്തെ അറിഞ്ഞ്, ആ ദൈവത്തെ അനുഭവിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ ഒരു വിഷവും നമ്മുടെ ജീവിതത്തെ തീണ്ടുകയില്ല എന്ന് എലീശ പ്രവാചകൻ്റെ ജീവിതത്തിൽ ഒരു സംഭവം നമ്മെ പഠിപ്പിക്കുകയാണ്. രണ്ടാമത്തെ സംഭവം, ഇതും 2 രാജാക്കന്മാരുടെ പുസ്തകത്തിലാണ്. 4-ാം അധ്യായം 42 മുതൽ 44 വരെയുള്ള വചനങ്ങളാണ്. ഇവിടെ നാം കാണുകയാണ് എലീശ പ്രവാചകൻ. നമുക്കറിയാം, ഏലിയാ പ്രവാചകൻ്റെ ശിഷ്യനായിരുന്നു. അദ്ദേഹം ഏലിയാ പ്രവാചകൻ്റെ ശിഷ്യനായി വർഷങ്ങളോളം ഒരു ദാസനെ പോലെ നിന്നതാണ്. പറയത്തക്ക വലിയ ശുശ്രൂഷകളൊന്നും ആ കാലഘട്ടത്തിൽ ചെയ്തില്ല. എങ്കിലും എളിമയോടുകൂടി തൻ്റെ ഗുരുവായ ഏലിയാ പ്രവാചകനെ ശുശ്രൂഷിച്ച് കഴിഞ്ഞവനാണ് എലീശ. ഏലിയാ പ്രവാചകൻ്റെ കാലഘട്ടം കഴിഞ്ഞാണ് എലീശ അത്യധികം ശക്തിയോടുകൂടി വചനപ്രഘോഷണം ആരംഭിക്കുന്നത്.
അപ്പോൾ എലീശയ്ക്കും ധാരാളം ശിഷ്യന്മാരുണ്ടാകുകയാണ്, പ്രവാചക കൂട്ടങ്ങളുണ്ടാകുകയാണ്, അദ്ദേഹത്തെ അനുഗമിക്കാനും ധാരാളം പേരുണ്ടാകുകയാണ്. ഈ സമയത്താണ് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് 20 ബാർലി അപ്പം കൊണ്ടുവന്ന് എലീശ പ്രവാചകന് കൊടുക്കുകയാണ്. എലീശ പ്രവാചകന് 20 ബാർലി അപ്പം സമ്മാനമായി കൊടുക്കുകയാണ്. ഉടനെ എലീശ പ്രവാചകൻ തൻ്റെ പരിചാരകരെ വിളിച്ചു പറഞ്ഞു, ഈ ബാർലി അപ്പം നമ്മുടെ എല്ലാ ശിഷ്യന്മാർക്കും എല്ലാ പ്രവാചക കൂട്ടങ്ങൾക്കുമായി വീതം വയ്ക്കുക. പരിചാരകൻ പറഞ്ഞു, ഇതെങ്ങനെ സാധിക്കും? 20 അപ്പവും മറ്റു കുറച്ച് അപ്പക്കഷ്ണങ്ങളും കൊണ്ട് എങ്ങനെയാണ് 100 പേർക്ക് കൊടുക്കാൻ സാധിക്കുക? ആ സമയത്ത് അവിടെ 100ഓളം പ്രവാചകന്മാരുണ്ടായിരുന്നു. ഇതെങ്ങനെയാണ് സാധിക്കുക? എന്നാൽ പ്രവാചകൻ പറഞ്ഞു, സ്വരമുയർത്തി പറഞ്ഞു, കൊടുക്കുക, അവർ ഭക്ഷിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, 5 അപ്പവും 2 മീനും കൊണ്ട് 5000 തീറ്റിപ്പോറ്റിയ കർത്താവ്, ശിഷ്യന്മാർ ഈശോയോട് ചോദിച്ചില്ലേ, ഈ 5 അപ്പവും 2 മീനും കൊണ്ട് ഈ ഇത്രയും വലിയ ജനസഞ്ചയത്തിന്, പുരുഷന്മാർ മാത്രം 5000 പേര്, ഇതെങ്ങനെ ഇവർക്ക് വിളമ്പിക്കൊടുക്കാൻ സാധിക്കും? അപ്പോൾ സ്വർഗത്തിലേക്ക് വാഴ്ത്തപ്പെട്ട അപ്പം വിഭജിക്കപ്പെട്ടപ്പോൾ ആ 5 അപ്പവും 2 മീനും 5000-ലധികം പേര് ഭക്ഷിച്ച് തൃപ്തരായി. പ്രിയപ്പെട്ടവരെ, ഇതൊരു വലിയ ദൈവശാസ്ത്രമാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ഇന്ന് പലരും ചോദിക്കുന്ന ചോദ്യമാണ്, എന്തിനാണ് ഇവിടെ ഈ ദാരിദ്ര്യം? എന്തിനാണ് ഒരു കൂട്ടർക്ക് മുഴുവൻ സമ്പൽ സമൃദ്ധി, ഒരു കൂട്ടർ മാത്രം കഷ്ടപ്പാടുകൾ, കടബാധ്യതകൾ, ഒരു കൂട്ടർക്ക് മാത്രം സമ്പൽ സമൃദ്ധി? ഇത് ദൈവമാണോ ഇതിന് ഉത്തരവാദി? ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്, ഈ ലോകത്തിലെ സകല മനുഷ്യർക്കും ഭക്ഷിച്ച് തൃപ്തിയടയാൻ മാത്രമുള്ള, മനുഷ്യർക്ക് മാത്രമല്ല, ഈ ലോകത്തിലെ സകല ജീവജാലങ്ങൾക്കും ഭക്ഷിച്ച് തൃപ്തിയടയാൻ മാത്രമുള്ള സമ്പൽ സമൃദ്ധിയും സുഖ സൗകര്യങ്ങളും ഒരുക്കിയതിനു ശേഷം മാത്രമാണ് ദൈവം മനുഷ്യന് ജന്മം കൊടുത്തത്. പറഞ്ഞ ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. പിന്നെ പ്രിയപ്പെട്ടവരെ, ഈ ദാരിദ്ര്യത്തിന് കാരണമെന്ത്? ഈ കഷ്ടപ്പാടിന് കാരണമെന്ത്? ഒരു കൂട്ടർ മാത്രം എന്തിന് പട്ടിണി കിടക്കണം? ഇത് ഉള്ളവൻ ഉള്ളത് ഇല്ലാത്തവനുമായിട്ട് പങ്കുവയ്ക്കാത്തത് കൊണ്ടാണ്. കർത്താവായ ഈശോ തൻ്റെ ശരീരം കൊത്തിപ്പറിച്ച് നമ്മുമായിട്ട് പങ്കുവെച്ചില്ലേ? ഇതേപോലെ നമ്മുടെ ജീവിതങ്ങളും നമ്മുടെ സൗകര്യങ്ങളും നമ്മുടെ സ്നേഹവും നമ്മുടെ സമ്പൽ സമൃദ്ധിയും മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കപ്പെടുമ്പോൾ അവിടെയാണ് ഈ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യപ്പെടുന്നത്, കടബാധ്യതകൾ നിർമ്മാർജ്ജനം ചെയ്യപ്പെടുന്നത്. സഹോദരൻ തൻ്റെ ദൈവസ്നേഹത്താൽ തൻ്റെ സഹോദരന് സഹോദരിക്കുള്ള കഷ്ടതകളിലും അവൻ്റെ ദാരിദ്ര്യത്തിലും അവൻ്റെ കടബാധ്യതകളിലും അവൻ ഇടപെടാൻ സാധിക്കണം. മദർ തെരേസ മംഗലാപുരത്ത് വരികയുണ്ടായി. അന്ന് മദർ തെരേസയുടെ പ്രസംഗം കേട്ടവരുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. മംഗലാപുരം സെമിനാരിൽ പഠിക്കുമ്പോഴാണ് ഈ ഒരു സംഭവം നടന്നത്. അന്ന് മദർ തെരേസ മംഗലാപുരത്തെ ജനങ്ങളെ നോക്കിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു, അല്ലയോ പ്രിയപ്പെട്ട മംഗലാപുരത്തെ ജനങ്ങളെ, നിങ്ങൾ ഉറങ്ങാൻ പോകുമ്പോൾ നിങ്ങൾ ഉറപ്പ് വരുത്തണം, നിങ്ങളുടെ ചുറ്റും ഒരു വ്യക്തി പോലും അത്താഴ പട്ടിണിയായിട്ട് ഉറങ്ങാൻ പോകുന്നില്ല എന്ന് ഇവിടെ ഇരിക്കുന്ന ദൈവജനം ഉറപ്പിച്ചാൽ ഈ ലോകത്ത് ദാരിദ്ര്യമുണ്ടാകിയില്ല. മദർ തെരേസയെക്കുറിച്ച് വേറൊരു സംഭവം വായിച്ചിട്ടുണ്ട്, നമുക്കെല്ലാവർക്കും അറിയുന്നൊരു സംഭവമാണ്. മദർ തെരേസ ഒരിക്കൽ കേൾക്കുകയാണ്, ഒരു ഹിന്ദു കുടുംബത്തിന്, ഒരു പാവപ്പെട്ട ഹൈന്ദവ കുടുംബത്തിന് 3 ദിവസമായിട്ട് പട്ടിണിയാണ്. അപ്പോൾ കുറച്ച് അരിയൊക്കെ ആയിട്ട് മദർ തെരേസ ആ വീട്ടിലേക്ക് ഓടിച്ചെല്ലുകയാണ്. മദർ തെരേസ ചെന്ന് ആ ഹൈന്ദവ സഹോദരിക്ക് അരി അങ്ങോട്ട് കൊടുത്തു. വളരെ സന്തോഷത്തോടും കൃതജ്ഞതയോടും കൂടിയാണ് അവരത് സ്വീകരിച്ചത്. എന്നിട്ട് മദറിനോട് പറഞ്ഞു, മദറേ, ഞാൻ ഇപ്പോൾ വരാട്ടോ എന്ന് പറഞ്ഞ് നേരെ പുറത്തേക്ക് ഓടുകയാണ്.
മദർ അത്ഭുതപ്പെട്ടു പോയി. എന്താണ് ഇവരിങ്ങനെ പെട്ടെന്ന് തന്നെ ഓടിപ്പോയത്? തിരികെ വന്നപ്പോൾ മദർ ചോദിച്ചു, അല്ല സഹോദരി, നിങ്ങൾ എങ്ങോട്ടാണ് ഓടിയത്? അപ്പോൾ പറഞ്ഞു, എൻ്റെ അയൽവാസി ഒരു മുസ്ലിം കുടുംബമാണ്. ഞങ്ങളെപ്പോലെ തന്നെ 3 ദിവസമായിട്ട് അവരും അവിടുത്തെ കുഞ്ഞുങ്ങളും പട്ടിണി കിടക്കുകയാണ്. അതുകൊണ്ട് മദർ ഞങ്ങൾക്ക് തന്ന ഈ ഒരു കുറച്ചരി, അതിലൊരു പങ്ക് ആ വീട്ടുകാർക്ക് കൊടുക്കാൻ വേണ്ടി പോയതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവായ ഈശോ തൻ്റെ ശരീരം പകുത്ത് നൽകിക്കൊണ്ട്, വിഭജിച്ച് നൽകിക്കൊണ്ട്, ഇതിനേക്കാൾ വലിയ വിഭജനത്തിൻ്റെ, ഇതിനേക്കാൾ വലിയ സമർപ്പണത്തിൻ്റെ ഒരു കഥയും നമുക്ക് ലോകത്ത് വായിച്ചെടുക്കാൻ സാധിക്കില്ല. ഹല്ലേലൂയ. അപ്പം നമ്മുടെ ആരോഗ്യവും നമ്മുടെ സമ്പത്തും നമ്മുടെ കഴിവുകളും എല്ലാം മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാനുള്ള ദൈവശാസ്ത്രമാണ് കർത്താവായ ഈശോ നമ്മെ പഠിപ്പിക്കുന്നത്. ഈ ലോകത്തിലെ പട്ടിണി മാറ്റാൻ, ദാരിദ്ര്യം മാറ്റാൻ, അസ്വസ്ഥത മാറ്റാൻ കർത്താവിൻ്റെ കൈകളിലെ ഉപകരണങ്ങളാകാനുള്ള വലിയൊരു ദൈവവിളിയാണ് പ്രിയപ്പെട്ട മക്കളെ നമുക്ക് ലഭിക്കുന്നത്. എലീശ പ്രവാചകൻ ദൈവത്തെ അറിഞ്ഞ് ജീവിച്ചതുകൊണ്ട്, അനുഭവിച്ച് ജീവിച്ചതുകൊണ്ട് തനിക്ക് ലഭിച്ച 20 ബാർലി അപ്പം മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് പരിശ്രമിച്ചപ്പോൾ ആ ചരിത്രം പറയുന്നത് 100 പേരിലധികം 20 ബാർലി അപ്പം കൊണ്ട് ഭക്ഷിച്ച് തൃപ്തരായ കഥയാണ് നാം ഇന്നിപ്പോഴിവിടെ ധ്യാനിച്ചത്. ഈ എലീശ പ്രവാചകൻ്റെ പുസ്തകത്തിൽ തന്നെ 3-ാമത്തെ സംഭവം പറയുന്നുണ്ട്. ഇതും 2 രാജാക്കന്മാരുടെ പുസ്തകത്തിലാണ്. 6-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വചനത്തിൽ പ്രവാചകൻ്റെ കൂടെ അനവധിയായ ശിഷ്യന്മാരുടെ എണ്ണം വർദ്ധിക്കാൻ തുടങ്ങി. അപ്പോൾ അവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ അവർ കുഞ്ഞു കുഞ്ഞു ഭവനങ്ങൾ പണിയുന്ന സമയത്ത്, അത് നദിയുടെ കരയിലാണ് അങ്ങനെ ഭവനങ്ങൾ പണിതുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു പണിക്കാരൻ്റെ കയ്യിൽ നിന്ന് ഒരു കോടാലി തെറിച്ച് വെള്ളത്തിൽ വീണു. ആ പണിക്കാരൻ നിലവിളിച്ച് എലീശ പ്രവാചകനോട് പറഞ്ഞു, ദൈവപുരുഷ, ഞാൻ വലിയൊരു അപകടത്തിലാണ്. അയ്യോ യജമാനനെ, അത് ഞാൻ കടം വാങ്ങിയതാണ്. എലീശ ചോദിച്ചു, അതെവിടെയാണ് വീണത്? ഏത് സ്ഥലത്താണ് വീണത്? അപ്പോൾ ആ പണിക്കാരൻ ആ കോടാലി വീണ സ്ഥലം കാണിച്ചു കൊടുക്കുകയാണ്. ആ സ്ഥലം കാണിച്ചു കൊടുത്തപ്പോൾ ഒരു കമ്പ് വെട്ടിയെടുത്ത് അവിടുത്തെ ആ ഭാഗത്തേക്ക് എറിഞ്ഞപ്പോൾ കോടാലി തന്നെത്താൻ വെള്ളത്തിൽ നിന്ന് മുകളിലേക്ക് ഉയർന്നു വരുന്ന അത്ഭുത കഥയും എലീശ പ്രവാചകൻ്റെ ജീവിതത്തിൽ നാം വായിക്കുകയാണ്. എലീശ പ്രവാചകൻ്റെ ജീവിതം ഇവിടെ പറയാനായിട്ട്, പങ്കുവയ്ക്കാനായിട്ട് കാരണം, എലീശ പ്രവാചകൻ ദൈവത്തെ അറിഞ്ഞ് അനുഭവിച്ച് ജീവിച്ചവനാണ്. അപ്പോൾ ദൈവത്തെ അറിഞ്ഞ് അനുഭവിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ ഒരു വിഷവും നമ്മുടെ ജീവിതത്തിൽ തീണ്ടുകയില്ല. ഒരു ദാരിദ്ര്യവും ഒരു കഷ്ടപ്പാടും അനുഭവിക്കാൻ ദൈവം നമ്മെ സമ്മതിക്കില്ല. നമ്മുടെ വ്യക്തിപരമായ ജീവിത ക്ലേശങ്ങളിലും വ്യക്തിപരമായ നഷ്ടങ്ങളിലും ഇടപെടുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. 10 കമാൻഡ്മെൻറ്റ്സ്, 10 കൽപ്പനകൾ എന്ന് പറഞ്ഞു 1951 ഒരുപാട് അവാർഡുകൾ നേടിക്കൂട്ടിയ ഒരു സിനിമയുണ്ടല്ലോ. അതായത് പുറപ്പാട് പുസ്തകത്തിൽ ഇസ്രയേൽ ജനം ചെങ്കടൽ കടന്ന സംഭവവുമായി ബന്ധപ്പെടുത്തി വിവരിക്കുന്നൊരു സംഭവം ആ സിനിമയിലുണ്ട്. ഇസ്രയേൽ ജനം ഈജിപ്തിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോഴാണ് ഫറവോന് ബോധം വന്നത്, ഇനി ഇവിടുത്തെ പണികളെല്ലാം ആര് ചെയ്യും? ഈ അടിമകൾ പോയി കഴിഞ്ഞാൽ നമ്മൾ ദാരിദ്ര്യത്തിലാകപ്പെടില്ലേ? ആയതിനാൽ ഫറവോൻ ഉറക്കെ പറഞ്ഞു, പടയൊരുങ്ങട്ടെ, നമുക്ക് ശക്തമായ സൈന്യം ഒരുങ്ങട്ടെ, ഞാൻ തന്നെ ഈ യുദ്ധത്തിന് നേതൃത്വം കൊടുക്കാൻ പോവുകയാണ്. അങ്ങനെ ഇസ്രയേൽ ജനത്തിന് പിന്നാലെ ഫറവോയും സൈന്യവും അവരുടെ പിന്നാലെ പോവുകയാണ്. അവരെങ്ങനെ പോയി കഴിഞ്ഞപ്പോഴാണ്, അങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, ഫറവോ ഇങ്ങനെ പടച്ചട്ടയൊക്കെ ഇട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഫറവോൻ്റെ ഭാര്യ തൻ്റെ ദേവൻ്റെ മുൻപിൽ പൂജിച്ച ഒരു വാളുമായിട്ട് ഫറവോൻ്റെ അടുത്തേക്ക് വരുന്നത്. എന്നിട്ട് ഫറവോനോട് പറഞ്ഞു, ഈ സിനിമയിൽ പറയുകയാണ്, ഇത് ഞാൻ നമ്മുടെ ദൈവത്തിൻ്റെ മുമ്പിൽ പൂജിച്ച വാളാണ്. അങ്ങ് മടങ്ങി വരുമ്പോൾ മോശയുടെ ചോരയുടെ മണം ഈ വാളിലുണ്ടാകണം, മോശയുടെ ചോരയുടെ കറ ഈ വാളിലുണ്ടാകണം. അങ്ങനെ ഈ വാളുമായിട്ടാണ് ഫറവോ ഇസ്രയേൽ ജനത്തെ തിരികെ കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത്. പിന്നീട് നടക്കുന്ന സംഭവം നമുക്കറിയാം.
ചെങ്കടലിൽ അവർ മുങ്ങിത്താണുകയും ഈജിപ്തിൻ്റെ സൈന്യവും രഥങ്ങളുമെല്ലാം നശിക്കപ്പെടുകയും അവസാനം തോറ്റോടിക്കൊണ്ട് ഇസ്രായേൽ ജനത്തിൻ്റെ ദൈവത്തിൻ്റെ മുൻപിൽ തോറ്റോടിക്കൊണ്ട് ഫറവോ തൻ്റെ കൊട്ടാരത്തിലേക്ക് തിരികെ വരികയാണ്. അപ്പോൾ ഫറവോൻ്റെ ഭാര്യ ഓടി വന്ന് തൻ്റെ ഭർത്താവിനോട് ചോദിക്കുന്നുണ്ട്, എവിടെ ആ വാളെവിടെ? മോശയുടെ ചോരയുടെ മണമുള്ള വാളെവിടെ? മോശയുടെ ചോരയുടെ കറ പിരണ്ട വാളെവിടെ? അപ്പോൾ ആ സിനിമയിൽ ഫറവോ നൽകുന്ന ഒരു ഉത്തരമുണ്ട്, ഹീസ് ഗോഡ് ഈസ് ഗോഡ്, അവൻ്റെ ദൈവമാണ് ദൈവം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ബൈബിള് നമുക്ക് പറഞ്ഞു തന്ന ദൈവമാണ് ദൈവം. നമ്മുടെ മാതാപിതാക്കളിലൂടെ നാം അറിഞ്ഞ ദൈവമാണ് ദൈവം. നമ്മുടെ അനുദിന വേദനകളിൽ, നമ്മുടെ കഷ്ടപ്പാടുകളിൽ, അത്ഭുതങ്ങളിലൂടെ, അടയാളങ്ങളിലൂടെ ഇടപെടുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഈ ദൈവത്തെ അറിഞ്ഞു ജീവിക്കാൻ, ഈ ദൈവത്തെ അനുഭവിച്ചു ജീവിക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിലൊക്കെ കരയാതിരിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളുടെ മുൻപിൽ തളർന്നു പോകാതിരിക്കാൻ ആ ദൈവത്തിലുള്ള ദൃഢമായ വിശ്വാസം, വിഷത്തെ ഇല്ലാതാക്കുന്ന വിശ്വാസം, ദാരിദ്ര്യത്തെ ഇല്ലാതാക്കുന്ന വിശ്വാസം, ജീവിതത്തിൽ നഷ്ടപ്പെട്ടവയെ വീണ്ടെടുക്കപ്പെടുന്ന വിശ്വാസം, ആ വിശ്വാസത്തിലേക്ക് കടന്നു വരുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് അച്ഛൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. സർവത്തിൻ്റെയും അതിനാഥനായ ദൈവമേ, കാറ്റിൻ്റെ ചിറകളിൽ സഞ്ചരിക്കുന്ന ലോകത്തിൻ്റെ നിയന്താതാവേ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ വേദനകളിൽ, ഞങ്ങളുടെ പ്രയാസങ്ങളിൽ, ഞങ്ങളുടെ രോഗങ്ങളിൽ, ഞങ്ങളുടെ പീഡകളിൽ ഇടപെടണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അസാധാരണമാം വിധം, അത്ഭുതകരമാം വിധം ഞങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടണമേ. ക്യാൻസർ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ, മാറാരോഗങ്ങൾ വിട്ടുമാറട്ടെ, അലർജി രോഗങ്ങളെല്ലാം വിട്ടുമാറട്ടെ, ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യപ്പെടട്ടെ, കടബാധ്യതകൾ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്നും വിട്ടുമാറട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.